ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ആദ്യത്തെ ചാനൽ മ്യൂസിക് ഓഫ് ദ സൈലൻറ്റ് വാലി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിച്ചു. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചാനൽ ഹിസ്റ്ററി ചാനൽ പണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റ് പലർക്കും ചിലപ്പോൾ സ്വീകാര്യമല്ലെന്നിരിക്കാം. എന്നാലും എൻ്റെ പരിമിതമായ അറിവും ഇൻറ്റ്യൂഷനും ലോജിക്കും കുറച്ച് ശാസ്ത്ര ഗവേഷണത്തിൻ്റെ പിൻബലത്താലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇപ്പോൾ എനിക്ക് തുടങ്ങുന്നത് കുമരിക്കണ്ടം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. ഞാൻ ഒരു അസ്ഥി നിമജ്ജനത്തിന് വേണ്ടി വർക്കല പാപനാശം കടപ്പുറത്ത് പോയി. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വർക്കല ബീച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ബീച്ചുകളിലൊന്നാണ്. അവിടെ മാത്രമേ ക്ലിഫ് ഉള്ളൂ കേരളത്തിൽ. ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ ക്ലിഫ് ഉണ്ടായിരിക്കാം, പക്ഷേ ബീച്ചിനോട് ചേർന്ന് ക്ലിഫ് ഉള്ളത് സ്റ്റീപ്പായിട്ട് പോകുന്ന ഒരു പാറക്കുന്നിനെയാണ് ക്ലിഫ് എന്ന് പറയുന്നത്. എ സ്റ്റീപ്പ് ഹൈ റോക്ക് ഫേസ്, എസ്പെഷ്യലി വൺ ദാറ്റ് റൺസ് അലോങ് ദ സീഷോർ, ഈസ് കാൾഡ് എ ക്ലിഫ്. അതാണ് കോളിൻസ് ഡിക്ഷണറി പറയുന്നത്. വർക്കല ബലിയിടാൻ പോകുന്നത് എന്തിന് എന്ന് ഒരു ചോദ്യമുണ്ട്. വർക്കല കടൽ തീരത്ത് പണ്ട് വളരെ കൂടുതൽ ആൾക്കാർ എന്തോ പ്രകൃതി ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതാണ് കുമരിക്കണ്ടം കടലിൽ മുങ്ങിയപ്പോൾ സംഭവിച്ച ആളപായം. ലക്ഷക്കണക്കിന് നമ്മുടെ പൂർവികർ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഓർമ്മയ്ക്കാണ് നാം വർക്കലയിൽ പോയി ബലിയിടുന്നതാണ് എന്ന് എൻ്റെ അഭിപ്രായം. അതിന് വ്യത്യസ്ത അഭിപ്രായം കാണുമായിരിക്കാം, പക്ഷേ എൻ്റെ ഞാൻ ഇൻറ്റ്യൂഷൻ എന്നുള്ള ടൂളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ടൂള് ശാസ്ത്രം അംഗീകരിക്കുന്നില്ല, പക്ഷേ ഞാൻ അംഗീകരിക്കുന്നു. എന്താണ് ക്ലിഫ്? ഞാൻ നേരത്തെ പറഞ്ഞു, കോളിൻസ് ഡിക്ഷണറി പ്രകാരം എ സ്റ്റീപ്പ് ഹൈ റോക്ക് ഫേസ്, എസ്പെഷ്യലി വൺ ദാറ്റ് റൺസ് അലോങ് സീഷോർ എന്നാണ് കോളിൻസ് ഡിക്ഷണറി പറയുന്നത്. ഈ വർക്കലത്തെ ക്ലിഫിന് ഏതാണ്ട് 100 അടിക്ക് മുകളിൽ പൊക്കം വരും. ഇതിന് ക്ലിഫിന് മലയാള വാക്കും കാണുന്നില്ല, തുല്യമായ മലയാള വാക്ക് കാണുന്നില്ല. എന്നാൽ വർക്കലയിലെ കടൽത്തീരത്തെ ക്ലിഫ് കുമരിക്കണ്ടം എന്ന കരഭൂമി കടലിൽ ആണ്ടുപോയപ്പോൾ ഉണ്ടായതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സുമാർ 100 അടിക്ക് മുകളിൽ വരും ഈ ക്ലിഫിൻ്റെ ഉയരം. എന്നാൽ അത് പാറ കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. അത് ചെമ്മണ്ണാണ് അതിൽ കൂടുതൽ കാണുന്നത്, അതായത് കരമണ്ണാണ്. ഇത് വളരെ പഴക്കം ചെന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ക്ലിഫിൻ്റെ മുകളിലത്തെ ലെവലിലാണ് വർക്കല നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് പ്രത്യേകത. ഭൗമശാസ്ത്രരും ജിയോളജിസ്റ്റുകളും സംയുക്തമായി ഗവേഷണം ചെയ്താൽ മാത്രമേ ഈ ക്ലിഫിൻ്റെ ആന്തരിക ഘടനയും കാലപ്പഴക്കവും മനസ്സിലാകൂ. വർക്കല, കാപ്പിൽ, ഇടവ, പരവൂർ തുടങ്ങിയ ഭാഗങ്ങൾ ശാസ്ത്ര പരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. കുമരിക്കണ്ടത്തിൽ ഉൾപ്പെടുന്നെന്ന് വേണം കരുതാൻ. ഈ പ്രദേശങ്ങളിൽ വെട്ടുകല്ല് വീട്ടാവശ്യത്തിനായി വെട്ടിയെടുക്കുന്നുണ്ട്. അതും അന്വേഷിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള ബീച്ചാണ് വർക്കല എന്ന് പ്രസിദ്ധ യാത്രക്കാരി വ്ളോഗർ ശ്രീമതി
ധന്യ ഖനിജോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇരുമ്പിൻ്റെ ഉപകരണങ്ങൾ ഖനനം ചെയ്ത് എടുത്തിട്ട് 100 വർഷം ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സൊസൈറ്റി, അതായത് ആർക്കിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, അതിൻ്റെ പുറത്തിരുന്ന് സമയം കളഞ്ഞു. ഈ 100 വർഷം പോയത് അറിഞ്ഞില്ല. അത് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം എന്നാണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മെ വളരെ തടഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ തന്നെ മുൻകൈയെടുത്ത് നൂതനമായ ഡേറ്റിംഗ് സാങ്കേതിക വിദ്യ അനുസരിച്ച് തമിഴ്നാട്ടിലെ ശിവഗല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. തമിഴ്നാട്ടിലെ ശിവഗലയിൽ ഇരുമ്പിൻ്റെ ഉപയോഗത്തിൻ്റെ കാലപ്പഴക്കം 5000 BCക്ക് മുകളിൽ ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വർക്കല, കാപ്പിൽ, ഇടവ, പരവൂർ ഭാഗങ്ങൾ കുമരിക്കണ്ടത്തിൻ്റെ ഭാഗമാണോ എന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എങ്കിൽ അടുത്ത് വരുന്ന കടൽക്കോളിൽ നിന്നും കോടിക്കണക്കിന് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും. വർക്കലത്തെ ബീച്ചിനെ കുറിച്ച് വേറൊരു ബ്ലോഗർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: Amongst all these beaches, the Varkala beach stands out the most, as it is the only beach in Kerala with a majestic cliff overlooking it. This around 100 feet high red laterite cliff is unique, as it is a veritable blueprint of geological changes from during the Pliocene age, 1.3 to 25 million years ago. ഇനി എൻ്റെ ഉദ്ദേശം ഈ വ്ലോഗ് കൊണ്ട് കൂടുതൽ അറിവ് നമുക്ക് കിട്ടുമെന്നാണ്. കൂടുതൽ ലൈവ് പ്രോഗ്രാമുമായി അടുത്ത വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.